ഹലോ, നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ല ഒറ്റപ്പാലം പഴയലക്കിടി എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. ഈ കാണുന്ന 15 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വീടാണ് നമുക്കൊന്ന് കൊടുക്കാനുള്ളത്. 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. 3ഉം അറ്റാച്ച്ഡ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് പണിയെടുത്ത വീടാണ് കേട്ടോ. അത് വെള്ള സൗകര്യത്തിന് ഇതിൽ ഓപ്പൺ കിണറാണ്, വറ്റാത്തൊരു ഓപ്പൺ കിണറുണ്ട്. കൂടാതെ കായ്ക്കുന്ന 5 തെങ്ങുണ്ട് കേട്ടോ അതിൽ. കിണർ കണ്ടില്ലേ, നല്ല സൂപ്പർ കിണർ കേട്ടോ. നല്ല വെള്ളമുള്ള, ഒരിക്കലും പറ്റാത്ത കിണറാണ്. വേനലിൽ പോലും ധാരാളം വെള്ളം സുലഭമായിട്ട് കിട്ടുന്ന കിണറാണത്. പിന്നെ നല്ല കായ്ഫലം കിട്ടുന്ന 5 തെങ്ങുണ്ട് കേട്ടോ അതിൽ. അത്യാവശ്യം മുറ്റവും കാര്യങ്ങളും ഫ്രണ്ടിലുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും അത്യാവശ്യം സ്ഥലമുണ്ട്, സൈഡിലൊക്കെ. ഈ വലതു ഭാഗത്തൊക്കെ പ്ലാവും തൈകളുണ്ട്, മാവുണ്ട്. ഇത് അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗം കേട്ടോ. ഈ ഭാഗം കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് ഈ വീട് നിൽക്കുന്നത്. ഈ വീട് പണി കഴിഞ്ഞിട്ട് ഇതിൽ താമസം തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ കേട്ടോ. പുതിയ വീടാണ്, അധികം പഴക്കമല്ല. നമ്മുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ കാണുന്നത് വീടിൻ്റെ പുറകുവശം അല്ല കേട്ടോ. അത് ഒന്ന് എക്സ്ട്രാ അതിനോട് ചേർന്ന് നീട്ടിയെടുത്തതാണ്. ഇതാണ്ടോ, ഇത് ഒരു വിറകോ അങ്ങനെ വേസ്റ്റ് സാധനങ്ങൾ ഒക്കെ, ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ചുമരിനോട് ചേർത്തി കെട്ടിയതാണ്. ഇനി വീടിൻ്റെ മുൻവശത്തേക്ക് വന്നാൽ ഇതാണ് കാഴ്ച. ഫുള്ള് നല്ല തേക്കിൻ്റെ മരം കൊണ്ട് വർക്ക് ചെയ്താട്ടോ, ജനലും വാതിലും കട്ടിലൊക്കെ. ഇത് വീടിൻ്റെ മെയിൻ ഡോറ്. ഈ ഡോറ് ഇതിൻ്റെ വിസിറ്റിംഗ് റൂമിലേക്കുള്ള ഡോറാട്ടോ. അത് ബെഡ്റൂം ആക്കിയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവർ. ആ രീതിയിലാണത് പണി കഴിപ്പിച്ചിട്ടുള്ളത്. നല്ല വർക്കാണ് ഒക്കെ. ഫുള്ള് ഫിനിഷിങ്ങിൽ നല്ല സ്ട്രോങ് സാധനങ്ങളിട്ടിട്ട് പണി കഴിച്ചാട്ടോ. മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇതവിടെ ഹാളിലേക്ക് എത്തി. അവിടെയാണ് അവർ ഡൈനിങ് ഇട്ടിരിക്കുന്നത്. ഹാളിൽ നിന്ന് തന്നെ 3 ഭാഗത്തേക്കും 3 ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്, മുകളിലേക്കുള്ള ഗോവണിയും അവിടെ തന്നെ കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ വീട്ടിലേക്ക്. എല്ലാ ഭാഗവും നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് ഇത് വർക്ക് കേട്ടോ. ഹാളിൽ നിന്നാണ് ആദ്യത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ്. ഇത് വിസിറ്റിംഗ് റൂമായിട്ടും യൂസ് ചെയ്യുക, ബെഡ്റൂമായിട്ടും യൂസ് ചെയ്യുക. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. സീലിങ്ങൊക്കെ നല്ല ഓട് പതിച്ച് വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. ഇതിൽ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ റൂം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബെഡ്റൂമായിട്ടും യൂസ് ചെയ്യുക, ഇനി വിസിറ്റിംഗ് റൂമായിട്ട് അങ്ങനെയും യൂസ് ചെയ്യുക. അതിൻ്റെ ഡോറാണത്. ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമായി. ഇത് ബാത്ത് അറ്റാച്ച്ഡ് ആണ്. TV വെക്കാനുള്ള സ്പേസ്, ഷോക്കേസൊക്കെ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണോ, ഇതിലെ ബാത്റൂമാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള വൃത്തിയായി ഭംഗിയിൽ ടൈൽസൊക്കെ ചെയ്തിട്ടുള്ള സൂപ്പർ ബാത്റൂമാണ്. മൗണ്ട് സീന പബ്ലിക് സ്കൂളൊക്കെ ഇവിടെ അടുത്താണ്. പാലപ്പുറം NSS കോളേജിലേക്ക് അധികം ദൂരമല്ല. ഉണ്ടോ, ഫാമിലി കോട്ട്. നല്ല വലിപ്പമുള്ള ബെഡ് ഇട്ടാലും അതിൽ സ്പേസ് കണ്ടോ, അത്രയും നല്ല സ്പേസുള്ള ബെഡ്റൂമാണത്. ഇത് ഇവിടുത്തെ വാഷ് ബേസിൻ. അതിൻ്റെ കണ്ണാടിയും കാര്യങ്ങളും മുകളിലേക്കുള്ള കോണിയുടെ സൈഡിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ. അതും അറ്റാച്ച്ഡ് തന്നെയാണ്. നല്ല ഭംഗിയിൽ അതിൻ്റെ സീലിങ്ങും എല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 ബെഡ്റൂമിൽ നിന്നും ഹാളിലേക്കുള്ള കാഴ്ച കിട്ടുന്ന തരത്തിലാണ് ഇതിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതും അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെ കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെ ഇതും. അല്ലേ, നല്ല ഭംഗിയിലുള്ള ടൈലാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ ക്ലോസറ്റൊക്കെ ചെയ്ത് വൃത്തിയിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര വൃത്തി. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് കസ്റ്റമർ ഉണ്ട്, ഓരോ ഏരിയയിലും വീട് ചോദിക്കുന്നുണ്ട്. ഇത് 3ാമത്തെ ബെഡ്റൂം കേട്ടോ. 3ാമത്തെ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഫാമിലി കോട്ട് ബെഡ് ഇടാൻ പറ്റിയ സ്പേസുള്ള ബെഡ്റൂമാട്ടോ. അവരവിടെ ഒരു TV ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. 15 സെൻറ്റ് സ്ഥലവും 1500 സ്ക്വയർ ഫീറ്റ് വീടിന് ഇവർ വില പറയുന്നത് 60 ലക്ഷം കേട്ടോ. വില അധികമൊന്നുമല്ല, കാരണം ഈ ഭാഗത്ത് സെൻറ്റിന് 3 ലക്ഷം റുപ്യ വില ഉണ്ട്. 15 സെൻറ്റ് സ്ഥലം ഉണ്ടല്ലോ, ആ കണക്കിന് കുഴപ്പമൊന്നുമില്ല. നല്ല പാകത്തിനുള്ള വില തന്നെ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല അത് വീണ്ടും എന്തെങ്കിലും നമുക്ക് കുറച്ച് തരും ചെയ്യും, നെഗോഷ്യബിളാണ് കേട്ടോ. ഇത് അതിലെ ബാത്റൂമാണ്. അതും നല്ല വേറെ രീതിയിലുള്ള കളർ കോമ്പിനേഷനുള്ള ടൈലൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതും യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് കേട്ടോ. വില 60 ലക്ഷം പറയുന്നതെങ്കിലും നമുക്കത് പരമാവധി വില കുറച്ച് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക.
വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നു. അവിടെ ഡൈനിങ് ഏരിയ, ഡൈനിങ് ടേബിളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഷോക്കേസും കാര്യങ്ങളൊക്കെ. അതിൻ്റെ തൊട്ടാണ് അടുക്കള കേട്ടോ. അടുക്കള നല്ല വലിപ്പമുള്ള അടുക്കളയാണ് കേട്ടോ. അത് അടുക്കളയിൽ നിന്നുള്ള കാഴ്ച ഹാളിലേക്ക്. ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. അതും അത്യാവശ്യം സ്റ്റോറേജും കബോർഡ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ള നല്ല വലിപ്പമുള്ള അടുക്കളയാണ് കേട്ടോ. അടുക്കളയിൽ തന്നെ ചെറിയൊരു ഡൈനിങ് ടേബിൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊക്കെ അവിടെ നിന്ന് നമുക്ക് ഇരുന്ന് കഴിക്കാനും ഒക്കെ സൗകര്യമാണ്. ഇതിൻ്റെ കബോർഡ് വർക്കിൻ്റെ മുകളിലൊക്കെ നല്ല ഗ്രാനൈറ്റ്, ബ്ലാക്ക് ഗ്രാനൈറ്റ് ചെയ്തിട്ടാണ് സിങ്കൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല വലിപ്പമുണ്ട്. സ്റ്റോറേജും ഷോക്കേസും കാര്യങ്ങളൊക്കെ വലിപ്പമുള്ള ഭാഗങ്ങളാണ്. എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയാണ് കേട്ടോ. സ്കൂള്, കോളേജ്, പള്ളി, മദ്രസ, ക്ഷേത്രങ്ങൾ, അമ്പലങ്ങൾ ഒക്കെ അതിൻ്റെ ചുറ്റുഭാഗത്തുള്ളതാണ് കേട്ടോ. ഇത് പുറത്തേക്ക്, അടുക്കളയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണ്. ഇതാ അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇത് കേട്ടോ. അടുക്കളയുടെ പുറകുവശത്ത് ഉള്ള കാഴ്ചയാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കൂ. എല്ലാവർക്കും നന്ദി.